നമ്മുടെ സെക്കൻഡ് ബേസിനകത്തേക്ക് നമ്മളൊരു ചെറിയ റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് നോർമലി ഈ ബേസിന് കളർ കുറവായതുകൊണ്ട് ഞാൻ ഇച്ചിരി കളേഴ്സ് ആഡ് ചെയ്യുവാണ് കേട്ടോ. അത് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം, ഇഷ്ടമില്ലാത്തവർ ചെയ്യണ്ട. കളറ് താല്പര്യമുള്ളവർ മാത്രം കളർ ചേർത്താൽ മതി. അതിന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾ കളർ ചേർക്കണമെന്ന് കേട്ടോ. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. പിന്നെ കടയിലാണെങ്കിലും കൊണ്ടുവെക്കുന്നത് എല്ലാവർക്കും കളർ നോക്കുന്നുണ്ട്, എല്ലാവരും എടുക്കുന്നതെന്ന് പറയുന്നു. അപ്പം നമ്മൾ രക്തചന്ദനത്തിനൊക്കെ വെച്ച് ചെയ്തിട്ട് അതൊരു കറുത്ത കളറായിട്ട് ആൾക്കാർക്ക് അത്ര വലിയ താല്പര്യം തോന്നുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഓരോരുത്തരും ചെയ്യുന്നതിൻ്റെ ഓരോ വ്യത്യാസങ്ങൾ കാണും. പക്ഷേ എന്തായാലും കളർഫുള്ളായിട്ട് വെക്കുന്നത് തന്നെയാണ് ആൾക്കാർക്ക് പൊതുവെ ഇഷ്ടം തോന്നുന്നത്. അപ്പം ഇനി നമ്മൾ ഇതിനകത്തേക്ക് വൈറ്റമിൻ ഇയുടെ 1-2 ഡ്രോപ്സ് ഒഴിക്കുന്നുണ്ട്. ഒരു 3, 4, 5 ഡ്രോപ്സോളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്യാം. പക്ഷേ ഇത് ശരിക്കും അവർ നമ്മളോട് പറഞ്ഞിരുന്നു, ഗ്ലിസറിൻ ആഡ് ചെയ്തേക്കുന്ന ബേസാണ്, നിങ്ങൾ ചേർക്കേണ്ട കാര്യം ഇല്ല എന്ന് പറഞ്ഞിരുന്നു. എന്നാലും നമ്മൾ കൊടുക്കുമ്പം നമ്മൾ ചേർത്തിട്ടുണ്ടെന്നുള്ളൊരു ഉറപ്പ് വേണമല്ലോ, അതിനായിട്ട് ഞാൻ ചേർത്താണ് കേട്ടോ. നോർമലി ഈ ബേസ് വാങ്ങുന്നവർക്ക് ലാഭമാണ്. എന്താണെന്ന് ചോദിച്ചാൽ വെളിച്ചെണ്ണ ആഡ് ചെയ്യേണ്ട, ഗ്ലിസറിൻ ആഡ് ചെയ്യേണ്ട. ഈ സാധനങ്ങളെല്ലാം ഡയറക്റ്റ് ഇതിനകത്ത് ആഡ് ചെയ്താൽ വരുന്നത്. പക്ഷെ നമ്മളോട് അല്ലാതെ നമ്മൾ മേടിക്കുന്ന സോപ്പുകളുടെ ബേസിന് ഒരു വൈറ്റ് കളറാണ്, നല്ല വൈറ്റ് കളറാണ്. പക്ഷെ ആ സോപ്പ് ബേസ് ശരിക്കും പറഞ്ഞാൽ അത് മറ്റേ നമ്മുടെ പെട്രോളിയം ജെല്ലൊക്കെ യൂസ് ചെയ്തിട്ട് വരുന്നതാണെന്ന് കേൾക്കുന്നു. അപ്പോൾ അത് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് വിചാരിച്ചത്. അപ്പോൾ എനിക്കിത് നല്ല ബേസായിട്ട് തോന്നി കേട്ടോ. നല്ല എന്താ ആ കളർ മാത്രമേ അതിൻ്റെ പ്രത്യേകതയുള്ളൂ. കളർ എന്ന് പറഞ്ഞാൽ അവർ പ്യുവർ വെളിച്ചെണ്ണ ചെയ്യുന്നതുകൊണ്ടാണ് ആ കളർ വന്നിരിക്കുന്നത് കേട്ടോ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മസ്കിൻ്റെ സ്മെല്ലാണ് ആഡ് ചെയ്തേക്കുന്നത്. എല്ലാം നമ്മൾ ഡയറക്റ്റ് എടുക്കുന്നതാണ് കേട്ടോ. നമുക്ക് ഇടനിലക്കര ഇല്ലാത്ത സാധനങ്ങൾ കിട്ടുവാണെങ്കിൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ചെറിയ വിലയ്ക്കൊക്കെ സോപ്പ് വിൽക്കുന്നവരെ സംബന്ധിച്ച് ഭയങ്കര നഷ്ടമായിരിക്കും. ഇടനില നിൽക്കുന്നവർ ഭയങ്കരമായിട്ട് റേറ്റ് എടുക്കുന്ന ഒരു രീതി ഇപ്പോൾ പൊതുവേ വളർന്നു വരുന്നുണ്ട്. അപ്പം നമ്മൾ മസ്കിൻ്റെ ഫ്ലേവർ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മൾ ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് എടുത്താണ് കേട്ടോ. എന്തായാലും നല്ല സ്മെല്ലും നല്ല ബേസും ഒക്കെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മളിത് മോൾഡുകളിലേക്ക് ഒഴിക്കുവാണേ. അപ്പം നമ്മുടെ മോൾഡുകൾ ഏകദേശം ഫില്ലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമുക്ക് ഇങ്ങനെ ഒരു കമ്പനി ബേസിൽ നിന്ന് നമുക്ക് സോപ്പ് കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എല്ലാം ഒരു 90 ഗ്രാമിന് മുകളിലുണ്ട് എല്ലാ സോപ്പുകളും. അപ്പോൾ അങ്ങനത്തെ നമുക്കൊരു 2, 4, 5, 11 നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മളല്ലാതെ ഓൺലൈനായിട്ട് വാങ്ങുന്നതോ അങ്ങനത്തെ ബേസുകൾ നമുക്ക് സാധാരണ അധികം നമുക്കിങ്ങനെ കിട്ടാറില്ല. അതായത് 10 കഷ്ടിയെ ഞാൻ മിക്ക വീഡിയോയിലും ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, 10 കൂടുതൽ നമുക്ക് കിട്ടത്തില്ല. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഒരെണ്ണം എക്സ്ട്രാ കൂടുതൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനത്തെ കുറേ ബെനിഫിറ്റുകൾ ഇതിനകത്തുണ്ട്. പിന്നെ ബേസ് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, ബേസ് അടിപൊളിയാണ്. പിന്നെ കളറിൻ്റെ ഒരു വ്യത്യാസമുണ്ട്, അതായത് വെളിച്ചെണ്ണ ചെയ്തേക്കുന്നതിൻ്റെ ഒരു കളർ വ്യത്യാസം മാത്രം അതിലുണ്ട്. പക്ഷേ പക്ക ഓർഗാനിക്കാണ്, നമുക്ക് ധൈര്യമായിട്ട് മേടിച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലാത്ത നമ്മുടെ ബേസുകളുണ്ടല്ലോ, പെട്രോളിയം ജെൽ ഉപയോഗിച്ച് ചെയ്യുന്ന ബേസുകളെല്ലാം നല്ല വെള്ള കളറിലിരിക്കും. ആ ബേസ് നമ്മൾ കണ്ടിന്യൂസ് നമ്മുടെ ശരീരത്തിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സ്കിൻ ഡിസീസസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് കേട്ടോ. ഉറപ്പൊന്നുമല്ല പറഞ്ഞേ. അപ്പം നല്ല സാധനങ്ങൾ ഉപയോഗിക്കുന്നല്ലേ നമുക്ക് നല്ലത്. അപ്പോൾ എന്തായാലും നമ്മൾ നല്ല റേറ്റ് കൊടുത്ത് ബേസ് എടുക്കുന്നവരാണ്. അപ്പോൾ എടുക്കുമ്പോൾ പക്ക ഓർഗാനിക് ആയിട്ടുള്ള ബേസ് എടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഇത് കളർ ഇല്ലാതെ ചെയ്യാനും പറ്റും. കളർ ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു പിയേഴ്സിൻ്റെ കളറിലാണ് ആ ബേസ് കിട്ടുക. അപ്പം അങ്ങനെ ഡയറക്റ്റ് വെക്കേണ്ടവർക്ക് അങ്ങനെയും വെക്കാം. കളർ ആഡ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് കളർ ആഡ് ചെയ്യേണ്ട, നിർബന്ധമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ കടയിൽ കൊണ്ട് വെക്കുന്നത് കൊണ്ട് നമുക്കത് കടയിൽ അല്ലെങ്കിൽ അവരൊക്കെ കൊടുക്കുമ്പോൾ ആണെങ്കിലും അവർക്ക് കളർ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് കളർ ഇല്ലാതെ കൊടുക്കുമ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടാവുന്ന വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ 2 സോപ്പുകളും ആയി കഴിഞ്ഞിട്ട് നിങ്ങളെ ഫൈനൽ ലുക്ക് കാണിക്കുന്നതാണെങ്കിൽ. പിന്നെ ബേസ് കാണേണ്ടവർക്ക് വേണമെങ്കിൽ ഞാനൊന്ന് ജസ്റ്റ് എടുത്ത് കാണിക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ ബേസ്. ഇതിനൊരു വെളിച്ചെണ്ണയുടെ കളറാണ്. ശരിക്കും നിങ്ങൾക്ക് ഇത് വീഡിയോയിൽ അത്ര നന്നായിട്ട് കാണാൻ പറ്റും തോന്നില്ല, പക്ഷേ ഡയറക്റ്റ് വരുമ്പോൾ ഇതൊരു ഡാർക്ക് കളർ തന്നെയാണ് കേട്ടോ. ഇച്ചിരി ഗ്ലിസറിൻ ബേസ് തന്നെ, പക്ഷേ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത് കൊണ്ടുള്ള ഒരു ചെറിയ കളർ വേരിയേഷൻ ഉണ്ട്. അപ്പം നിങ്ങൾ ബേസ് എടുക്കുമ്പോൾ ഇതുണ്ട്, നല്ല ഉറപ്പുള്ള ബേസാണ്. ഇതുണ്ട്, നമ്മളിങ്ങനെ ഞെക്കുമ്പോൾ തന്നെ നമുക്ക് ആ ബേസിൻ്റെ ക്വാളിറ്റി അറിയാൻ പറ്റും. കണ്ടോ, ഇത്ര നല്ല ബേസാണ് കേട്ടോ. അപ്പം നമുക്കത് ചളുങ്ങി പോകുന്നില്ല. പക്ഷെ നമ്മളല്ലാതെ മേടിക്കുന്ന മിക്ക ഇതിലും നമ്മളിങ്ങനെ ഞെക്കുമ്പം ചളുങ്ങി പോകുന്ന കുറേ ബേസ് ഉണ്ട്. അപ്പം ബേസ് എടുക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ നമ്മൾ ഞെക്കുമ്പോൾ പോകുന്നില്ല താഴേക്ക്, കണ്ടോ. അപ്പോൾ ഈ ബേസ് എന്തായാലും സോപ്പ് സെറ്റായി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിൽക്കും. അപ്പോൾ ബേസ് ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമുക്ക് അയച്ചു തരാനുള്ള സെറ്റിങ്സ് ചെയ്തു തരാം. പിന്നെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ. പിന്നെ സ്മെല്ല് വേണ്ടവർക്കും ആവശ്യപ്പെടുന്നവർക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ്. അപ്പം ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വീഡിയോയുടെ അവസാനം കാണിക്കുന്നതാണ്.